ഹലോ ലവ്ലി പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ NRN ഫാമിലി വ്ളോഗ്സ്. ഇന്നിപ്പോൾ ഡേ 3 ആണ്. നല്ല മഴ ഉണ്ടായിരുന്നു രാത്രിയിലൊക്കെ. ഇപ്പം നേരം വെളുത്തപ്പോഴും അതേ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി. ഇന്നലെ നൈറ്റിൽ പിന്നെ എൻ്റെ കസിൻ ബ്രദറും ഫാമിലിയും ഷാർജയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ലേറ്റായി, അപ്പോൾ ഇന്നലെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരിപ്പോൾ വേറെ സ്ഥലത്താണ് റൂം എടുത്തത്. അപ്പോൾ ഇന്നാണ് അവരെ കാണാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം കാണുകയാണ് മക്കളെയും ചേട്ടനെയും അതുവിനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അയൺ കോറായിരുന്നു. അപ്പോൾ അവരോട് അങ്ങോട്ട് വരാം എന്നാണ് പറഞ്ഞത്, അങ്ങനെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അയൺ കോറിൽ ഇവിടെ എത്തിയപ്പോൾ ഓഫ് റോഡ് പോലുള്ളൊരു സ്ഥലവും പിന്നെ ഈ വാദിയിൽ വെള്ളമായിട്ടില്ല, ഇങ്ങനൊരു ഏരിയ ആണ്, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഇങ്ങനെ അറ്റാവുമ്പം വെള്ളമാവും തോന്നുന്നു, പക്ഷേ ഒന്നും ഇവിടെ തീരെ വെള്ളം ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും വെള്ളമായി വരുന്നേ ഉള്ളൂ, ചില ഭാഗങ്ങളിലൊക്കെ. ഓഗസ്റ്റോട് കൂടിയിട്ട് എല്ലാ ഇനകളിലും വാദികളിലും വെള്ളമാവും എന്നാണ് പറയണത്. ഇവിടെ ഒന്നും വെള്ളമായിട്ടില്ല. ഇവിടെ പറയുമ്പം ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പ് വിരിച്ച മലകളും മൂടൽ മഞ്ഞുമായിട്ട് അതിൻ്റെ നടുവിൽ കൂടെ പോകുന്നൊരു അതിന് വാദി പോലുള്ളൊരു സ്ഥലം, ചെറിയ കേവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ ഒട്ടും വെള്ളമായിട്ടില്ല, കണ്ടില്ലേ, പാറക്കെട്ടൊക്കെ ആയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഇങ്ങനെ മൊത്തം ഒരു നിലത്തൊക്കെ വെള്ളക്കല്ലുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വെള്ളമാവുമെന്നാണ് പറയണത് കുറച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയണത്. ഇങ്ങനെ വാദികളിൽ എപ്പോഴാണ് വെള്ളം ആവുകയെന്ന് പറയാൻ പറ്റില്ല. ആവുമ്പോൾ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാവും നല്ലോണം വെള്ളമാവുക. അതിപ്പോൾ ഒമാനിലായാലും അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ വാദികളിൽ പെട്ടെന്ന് വെള്ളം കയറുക. അതുകൊണ്ട് തന്നെ അങ്ങനെ അപകടങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ കണ്ട് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ കേൾക്കാറുണ്ട് വാദിയിൽ മഴ പെയ്തിട്ട് വാദിയിൽ വെള്ളം കയറി അപകടം ഉണ്ടായെന്നൊക്കെ. അപ്പോൾ പലരും എന്നിട്ട് അന്വേഷിക്കാറുണ്ട് നമ്മളോട്, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ താമസിക്കുന്നിടത്തായാലും കുഴപ്പമുണ്ടാവാറില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ എല്ലാവരും പറയും വാദിയിൽ എപ്പോഴാണ് വെള്ളം കയറുക എന്ന് പറയാൻ പറ്റില്ല അത്ര. അതിൻ്റെ കാര്യം എന്താണെന്നൊന്നും ശരിക്കും അറിയില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം വാദി ഏരിയ എപ്പോഴും കെയർഫുള്ളായിരിക്കണം എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ വെള്ളമായി വരുന്നേ ഉള്ളൂ. ഓഗസ്റ്റോട് കൂടിയിട്ടൊക്കെ എല്ലാ സ്ഥലത്തും വെള്ളമാവുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പം വെള്ളം കയറി ഇങ്ങനത്തെ സ്ഥലങ്ങളിലേ വെള്ളം കയറിയിട്ട് വാദിയൊക്കെ വെള്ളം ഒഴുകി ചില റോഡുകളൊക്കെ എടുത്തു പോയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കാണുകയും ചെയ്യും, ഇങ്ങനെ ഈ വഴി കൂടെയൊക്കെ പോകുമ്പോൾ മലമുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചില റോഡുകളൊക്കെ ഇങ്ങനെ വെള്ളം എടുത്ത് പോയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റാറുണ്ട്. ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അയൻകോറിൽ പിന്നെ മുഗ്സൈൽ ബീച്ചിലേക്കാണ്. മുഗ്സൈൽ ബീച്ച് എന്ന് പറയുന്നതും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടുത്തെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. നല്ല വലിയ ബീച്ചും പിന്നെ ബ്ലോ ഹോൾസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇങ്ങനെ കേവ് പോലുള്ള മലകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, ബീച്ച് വേവ്സൊക്കെ നല്ല ശക്തമായ വേവ്സാണ് കേട്ടോ. ഈ ഖരീഫ് സീസണിലൊക്കെ ഇവിടുത്തെ ബീച്ചുകളിലൊക്കെ വേവ്സ് ഭയങ്കര വലിയ വേവ്സും ശക്തിയും ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുൾ ആവണം എന്നാണ് പറയുക. ബീച്ചിലേക്കൊന്നും ഇറങ്ങാനും അലൗഡ് അല്ല ഒട്ടുമിക്ക ബീച്ചുകളിലും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തത്. അതിന് മുന്നേ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തു, എന്നിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് സംസാരിക്കലും വിശേഷങ്ങൾ പറയലൊക്കെ ഉണ്ടായത്. കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു ചേട്ടനെയും അതിനെയും പിള്ളേരൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അവരും ഉണ്ടാവും കൂടെ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിള്ളേരും ഹാപ്പിയായി, കുഞ്ഞാറ്റയും ഋതുവും അതെ, അവർ ഏതാണ്ട് ഒരു ഏജാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ അവർ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ഫേസ് പെയിൻ്റൊക്കെ ചെയ്തു കുട്ടികൾ. എന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വർത്തമാനം പറഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ്. കണ്ടില്ലേ, നല്ല ഭയങ്കര ശക്തമായ വേവ്സാവും ഇവിടെ. അതുകൊണ്ട് തന്നെ കുറച്ച് അകലെ നിന്നിട്ട് തന്നെയാണ് ബീച്ചൊക്കെ കാണാൻ പറ്റി. ഇവിടെ ഒരു 2 കൊല്ലം മുന്നേ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടിട്ട് ആ ബ്ലോ ഹോൾസൊക്കെ ഏരിയയിൽ കുറച്ചും കൂടിയും ഇറങ്ങിയിട്ട് കാണാൻ പറ്റുമായിരുന്നു അത്രേ.
പിന്നെ ഇതുപോലെയുള്ള സീസൺ ടൈമിൽ തന്നെ ആൾക്കാർ കാണാൻ വരുന്ന ടൈമിൽ ഒരു ഫാമിലി അവിടെ നിന്ന് കാണുമ്പോൾ പെട്ടെന്നാണ് വലിയ വേവ്സ് വന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് അതിൽ പെട്ട് അവരൊക്കെ അങ്ങനെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അത് പല രാജ്യത്തു നിന്നുള്ളതായിരുന്നു, മലയാളികളും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടുത്തെ ബീച്ചുകളിൽ വേവ്സ് ഭയങ്കര ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് ഇറങ്ങാനും അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും. അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ബബിൾസിൻ്റെ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കളിക്കുകയായിരുന്നു. നല്ലൊരു ഏരിയയാണ്, നല്ല വ്യൂവും ഒക്കെ ആയിട്ടുള്ള നല്ല സ്ഥലമായിരുന്നു ബീച്ച്, മുക്സൈൽ ബീച്ച് എന്ന് പറയണത്. അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് സലാലയിൽ വന്നിട്ട് ചൂടെടുക്കാൻ വിയർക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നപ്പോഴാണ്. ബീച്ചായ കാരണം നല്ല ചൂടുണ്ടായിരുന്നു, ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടില്ലേ, നല്ല വലിയ വേവ്സും ഭയങ്കര ഇരമ്പലും സൗണ്ടും ഉണ്ടായിരുന്നു. പിന്നത്തെ ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്ലോ ഹോൾസാണ്. അങ്ങനെ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ പ്രഷറൈസ് ചെയ്ത് വെള്ളം ഇങ്ങനെ വരുന്നത്, സ്പ്രേ ചെയ്യണ പോലെ നല്ല രസമായിരുന്നു. പിന്നെ അറ്റത്ത് ഇങ്ങനെ മലയായിട്ട്, അയ്യോ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു.